ഹായ് ഗൈസ്, കഴിഞ്ഞ സ്റ്റഡി പ്ലാൻ കഴിഞ്ഞപ്പോൾ നമ്മളൊരു സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു. എന്തിനായിരുന്നു? നിങ്ങളുടെ ഡൗട്ട്സും നിങ്ങളുടെ പ്രോബ്ലംസും നമ്മുടെ പുതിയ ബാച്ചിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിലൊരു കുട്ടി ചോദിച്ചൊരു ചോദ്യം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. എന്താ ചോദിച്ചത്? സാർ, ഞാൻ ഇത്രയും കാലം പഠിച്ച CBSE സ്കൂളിലാണ് 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്. ഇനി ഞാൻ 9 സ്റ്റേറ്റിലേക്ക് പോകാൻ പോവാണ്, സ്റ്റേറ്റ് സിലബസിലേക്കാണ് പോകാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അതെനിക്കൊരു ബുദ്ധിമുട്ടാവുമോ? അതായത് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്, നീ ഇതുവരെ പഠിച്ചത് NCERT സിലബസ് ആണ്, ഇനി പഠിക്കാൻ പോകുന്നത് SCERT സിലബസ് ആണ്, അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണോ സാറേ എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു, അത് എല്ലാവർക്കും കുറേ പേർക്കുള്ളൊരു സംശയമായിരിക്കും, ഇങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന കുറേ പേർക്കുള്ളൊരു സംശയമായിരിക്കും. അപ്പോൾ അത് വിചാരിച്ചാണ് സാർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതായത് ഇങ്ങോട്ടേക്ക് മാറിയാലുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ആകെ പറയാൻ പോകുന്നത്. ഒരിക്കലും ഇതെന്തല്ല, സ്റ്റേറ്റ് വൈസ് CBSE കമ്പാരിസൺ ആയിട്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കാണരുത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് NCERT വൈസ് SCERT സിലബസ് ആണ്. അതായത് ആദ്യ കാലങ്ങളിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വന്നത് മുതലുള്ള നമ്മുടെ സിലബസ് ആണ് എന്ത് പറഞ്ഞാൽ NCERT സിലബസ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് SCERT വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ SCERT സിലബസ് എന്ന് പറഞ്ഞാൽ അത് NCERTയിൽ നിന്ന് കടമെടുത്തു അല്ലെങ്കിൽ കട്ടെടുത്തു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ് നമ്മുടെ SCERT. അതായത് ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സിലബസ് ആണ് സത്യം പറഞ്ഞാൽ SCERT. ഓക്കെ, അതായത് എൻ്റെ കൂടെ ഞാൻ 9ലേക്ക് എത്തിയപ്പം അതേപോലെ 8ൽ നിന്ന് നമ്മുടെ CBSE സ്കൂളിൽ നിന്ന് 9ലേക്ക് എത്തിയ കുറച്ച് പേരൊക്കെ വന്നിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ മാത്സ് ഒക്കെ ഒരു മിസ് ചോദ്യം ഇടുമ്പോഴേക്കും അവരെന്ത് ചെയ്യാണ്, എക്സൽ ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ അവർ പഠിച്ച ആ NCERT സിലബസ് അത്രയും ഡെപ്തിൽ പഠിക്കുന്നുണ്ട്. അവർ NCERTയുടെ എക്സാംപ്ലർ പഠിക്കുന്നുണ്ട്, അവിടെ അതിലെ സമ്മറിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നു. അത്രയും ഡീപ്പായിട്ടുള്ളൊരു സിലബസാണ് NCERT. SCERT അത്രയ്ക്കൊന്നും പഠിക്കാനില്ല. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ സിലബസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരിക്കലും ടെൻഷൻ ആവേണ്ട. വേറെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോഗ്രഫിയോ അല്ലെങ്കിൽ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ ജോഗ്രഫി പഠിക്കുമ്പോൾ NCERT സിലബസിൽ നമ്മൾ ഇന്ത്യയുടെ മൊത്തം ജോഗ്രഫി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് പഠിക്കുന്നതാണ്. പക്ഷേ SCERTയിലേക്ക് വരുമ്പോഴോ നമ്മൾ കേരളത്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലും പഠിക്കുന്നത്. ഹിസ്റ്ററി ആണെങ്കിലും അതുപോലെ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ സിലബസിൻ്റെ കാര്യത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് എന്ത് വേണ്ട, ടെൻഷൻ വേണ്ട എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, കൂടുതൽ പേരും 8ൽ നിന്ന് 9ലേക്ക് സ്റ്റേറ്റിലേക്ക് എത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 9ലും 10ലും ഒക്കെ നല്ല മാർക്ക് കിട്ടും അല്ലേ, ആസ് കമ്പയർഡ് ടു CBSE. എന്താ അതുകൊണ്ടുള്ള മെച്ചം എന്ന് വെച്ചാൽ, കാരണം ഭയങ്കര ലിബറൽ ആയിട്ടുള്ള വാല്യുവേഷൻ ആയിരിക്കും, എന്തായാലും നല്ല മാർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടുള്ള എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്നുള്ളതാണ്. നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ SLC കഴിഞ്ഞിട്ട് നമ്മളെ +1 അഡ്മിഷന് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഓക്കെ, അതായത് മറ്റൊരു പ്രശ്നം കൂടെ അവിടെ CBSEൻ്റെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഈ CBSEയുടെ റിസൾട്ട് വരിക നമ്മൾ ഏകദേശം SLCയുടെ ഏകജാലക പ്രവേശനമൊക്കെ ഏകദേശം പൂർത്തിയായ അവസാന സമയത്താണ്, അധിക സമയത്ത് എന്ത് ചെയ്യാറുള്ളത്, അവരുടെ റിസൾട്ട് വരാനുള്ളത്. അപ്പോൾ കുറേ കുട്ടികൾക്ക് നല്ല സ്കൂളുകളിൽ അവർ വിചാരിച്ച സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ഞാൻ കുറച്ച് മുന്നേ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പം ആ കുട്ടിയും പറഞ്ഞതാണ്, ഞാൻ വിചാരിച്ച സ്കൂളിൽ എനിക്ക് എന്ത് ചെയ്തില്ല, കിട്ടിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, CBSE സ്കൂളിൽ മാർക്കിംഗ് സിസ്റ്റം വേറെയാണ്. മാർക്കിംഗ് സിസ്റ്റം വേറെ ആയതുകൊണ്ട് A1 എന്നുള്ള അതേപോലെ A1 എന്നുള്ളതാണ് അവരുടെ ഫുൾ മാർക്ക് എന്നുള്ള രീതിയിൽ അവർ പറയാറുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ A1 കിട്ടിയ കുട്ടിക്ക് പോലും സ്റ്റേറ്റ് സിലബസിൻ്റെ അതേ പേഴ്സൻറ്റേജ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ നോർമലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, പാലിക്കുന്നില്ല എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ +1ലേക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് സിലബസ് ആണ് എന്നുള്ള കാര്യമാണ് സാറ് ചുരുക്കമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? മറ്റൊരു പ്രോബ്ലം നമ്മൾ കാണാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റേറ്റ് സിലബസിലെ സിലബസൊക്കെ സിമ്പിളാണ്, പക്ഷേ അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറും അവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് സ്കൂളിനെ ഫുൾ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ കുട്ടികളെ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് ഫുൾ മാർക്ക് കിട്ടണം എന്നുള്ളൊരു ആലോചന എപ്പോഴും ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഈ ഒരു CBSE സ്കൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഓരോ കൊല്ലം ഓരോ ടീച്ചേഴ്സായിരിക്കും. ടീച്ചേഴ്സൊക്കെ ഭയങ്കര നല്ല ടീച്ചേഴ്സായിരിക്കും, അവർക്ക് കുട്ടികൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കൊടുക്കണം എന്നുള്ള വിചാരിക്കുന്ന ടീച്ചേഴ്സായിരിക്കും. പക്ഷേ അവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓരോ കൊല്ലവും അവിടെ ടീച്ചേഴ്സ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അത് കുട്ടികളുടെ പഠനത്തിലും അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ നോളജിലുള്ള വ്യത്യാസമൊക്കെ വരുമ്പം കുട്ടികളുടെ ആ ഒരു സ്കിൽസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം വരുന്നുണ്ട്.
അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് സിലബസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ അഫോർഡബിൾ ആണ് ആസ് കമ്പയർഡ് ടു CBSE. ഒരിക്കലും ഇത് അവരുടെ കുറ്റം പറഞ്ഞതല്ല, നമ്മൾ ഈ ഒരു നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം. ഒരിക്കലും മറ്റൊരു രീതിയിൽ ആരും എടുക്കരുത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ബാച്ച് നമ്മുടെ പ്രീമിയം ബാച്ച് ഓൺ ഗോയിങ് ആണ്. 4999 ആണ് നമ്മുടെ ബാച്ചിൻ്റെ വാല്യൂ. നിങ്ങൾക്ക് അഡാപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങളുടെ അതായത് ലേറ്റസ്റ്റ് ആക്സസും അതേപോലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം സ്റ്റുഡൻസ് ഒക്കെ എന്ത് ചെയ്യുക, അതിലേക്കും കൂടെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ഈ 9ാം ക്ലാസ്സും അതേപോലെ അടുത്ത കൊല്ലത്തെ SLCയിലും ഫുൾ മാർക്കോടെ ഫുൾ A+ഓടെ എന്ത് ചെയ്യാണ് വിജയിക്കുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ.